ഇന്നിപ്പോൾ രാവിലെ സമയം 7 മണി ആയിക്കണി. രാവിലെ സമയത്താണ് ഇപ്പോൾ നമ്മൾ എക്സസൈസിന് ഇറങ്ങുന്നത്. അപ്പം മീൻപിടുത്തത്തിൻ്റെ പേര് എക്സസൈസാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇങ്ങനെ മീൻ പിടിച്ചാൽ ഇറങ്ങിയിട്ട് വേണ്ടീനും 2 ഭാഗം മാനേജ് ചെയ്ത് പോവുക. ഇതിന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടിയിരുന്നു. അപ്പോൾ ആ കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാപ്പോൾ ഇത്ര ഇടങ്ങേറല്ല, ഇത് സുഖം. നമുക്കിഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുക, അത് നമുക്ക് നല്ലൊരു എക്സസൈസും ആകാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് കാലമായി മീൻപിടുത്തം തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വിദ്യകളൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. ഉള്ളതുപോലെ അങ്ങനെ ചെയ്യാന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ ഇപ്പം ഇന്ന് ഞാൻ എത്തിപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നത് എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ സത്യത്തിൽ ജീവിതത്തിൻ്റെ സുഖം അനുഭവിക്കുന്നത്. മറ്റേത് നമ്മളെ ജീവിതത്തിലുള്ള എല്ലാ നീക്കങ്ങളും അനക്കങ്ങളും നമ്മളെ സംസാരങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും മറ്റു പലതിനോടും കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക ജയിലറയിലാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന നാളുവഴികളെ നമ്മളെ മീൻപിടുത്തത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ആളുകൾക്ക് ഗുണങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏതൊക്കെ കാര്യത്തിൽ എപ്പോൾ എന്നൊന്നും അറിയില്ല. നമ്മൾ ഏതൊരാളും എന്തൊരു കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളുമായി ടച്ച് ചെയ്യുന്നൊരു സംഗതി അതിൽ കടന്നു വരുമ്പോഴാണ് അത് ശ്രദ്ധയോടുകൂടെ കേൾക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ചെറുപ്പകാലം മുതൽ മീൻപിടുത്തം ആരംഭിച്ച് ആ മീൻപിടുത്തം പിന്നീട് നിലമ്പൂർ മയക്കാട്ടിലെ ഹൈടെക് ചൂണ്ടക്കാരൻ മീൻപിടുത്തക്കാരൻ എന്ന ഒരു പ്രശസ്തിയിലേക്ക് എത്തിയത് വരെയുള്ള എൻ്റെ മീൻപിടുത്തത്തിൻ്റെ കഥകൾ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ കടന്നു വന്ന പല വഴികളും പല ചരിത്രങ്ങളും ഇതിലൂടെ വരും. അതിലെന്നോട് ബന്ധപ്പെട്ട കുറേ ആളുകളുടെ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ബന്ധമുള്ള ആളുകൾക്ക് മാത്രം കാണാവുന്ന കേൾക്കാവുന്ന ശബ്ദങ്ങളും വീഡിയോ ആണിത്. മീൻപിടുത്തം എന്ന് പറയുമ്പോൾ അതൊരു സങ്കീർണമായ സംഗതി തന്നെയാണ്. പുഴയിൽ ഇഷ്ടംപോലെ മീൻ ഉണ്ട്, വലുതും ചെറുതും. അത് ചില ആളുകൾക്ക് നല്ലോണം കിട്ടും. അപ്പോൾ ഒരുപാട് മീൻപിടുത്തക്കാരുടെ ഇടയിൽ പോയിട്ടും അവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ രാവിലെ വരെയൊക്കെ ഇരുന്ന് ചൂണ്ടലിടുന്ന ചൂണ്ടക്കാരുടെ ഇടയിൽ പോയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള മീൻ പിടിച്ചുകൊണ്ട് ഞാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് ഒറ്റയ്ക്ക് പറയാൻ കഴിയില്ല. അത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ പത്രക്കാരൊക്കെ എഴുതിയത് എന്തോ കയ്യിലൊരു മാല ഒക്കെ പിടിച്ചിട്ടാണ് ഇയാൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ, അപ്പോൾ എന്തോ ഒരു മന്ത്രം ചെയ്തിട്ടാണെന്ന്. അപ്പോൾ അത് മന്ത്രമല്ല, മായാജാലമല്ല, അത് എക്സ്പീരിയൻസാണ്, അനുഭവം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ മീൻ നമ്മൾ നേരത്തെ പോകുന്നതിൻ്റെ മുമ്പ് ഒന്ന് കാണും. ഇന്ന മീനാണ് ഞാൻ ഇന്ന് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ന സ്ഥലത്താണ് ഉണ്ടാവുക. ആ മീൻ ഉള്ള പുഴ, ആ പുഴയിൽ ആ മീൻ നിൽക്കുന്ന ഏരിയ, ആ ഏരിയയിൽ അതിനെ പിടിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ മീനുകൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ മീൻ പിടിക്കാനുള്ള മാർഗം, അത് ചൂണ്ടലായാലും അല്ലാത്തതാണെങ്കിലും, ചൂണ്ടൽ പറയുമ്പോൾ തന്നെ ഇപ്പോൾ
ചൂണ്ടൽ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എറിഞ്ഞു കൊടുക്കണ ഈ ചൂണ്ടലാണ് മനസ്സിൽ കാണുക. എന്നാൽ ചില ആളുകൾക്ക് ചെറിയ പറമ്പ കെട്ടിയ ചൂണ്ടൽ, ചില ആൾക്കാർക്ക് വലിയ കയർമ കെട്ടി നീട്ടി എറിയണ റിങ്ങുമലും കുപ്പിമലും ഒക്കെ കെട്ടിയിട്ട് അങ്ങനെ പല കോലത്തിലുണ്ടാവും. അപ്പോൾ എന്തായാലും അതിന് ഏത് ചൂണ്ടലാണ് വേണ്ടത്? ചൂണ്ടൽ മാത്രമല്ല, ആ ചൂണ്ടൽ വെള്ളത്തിൽ കിടുമ്പോൾ അതിൻ്റെ കനം പാകാക്കണം. അതേപോലെ ഓരോ മീനും ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മീനിന് പാകത്ത് ചൂണ്ടലായിരിക്കണം. ആ ചൂണ്ടൽമേ ആ മീൻ കൊത്തിക്കഴിഞ്ഞാൽ അത് അതിന് കുടുങ്ങും എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ വലുപ്പം, അതേപോലെ ആ ചൂണ്ടലിൽ കോക്കുന്ന ഇരൻ്റെ വലുപ്പം, അതിൻ്റെ മാറ്റങ്ങൾ, ഏത് മീനിന് ഏത് ഇരയാണ് എന്നൊക്കെ നോക്കിയിട്ട് ഒരു കുണ്ടിൽ മീൻ ഉണ്ടെങ്കിൽ തന്നെ ആ മീൻ ഏത് ഭാഗത്തിട്ടാലാണ് കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ളത്. ഇരടുക്കുന്നൊരു ഭാഗമൊക്കെ ചില മീനൊക്കെ ഉണ്ടാവും, ചില ഏരിയയിലുള്ളൂ. അപ്പോൾ എറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചൂണ്ടലിനെ ഇത് എറിയുമ്പോൾ കാണുമ്പോൾ പലപോലും പല അഭിപ്രായം പറയലുണ്ട്. എന്താണത് അങ്ങനെ ഒന്ന് ആക്കം പോലെ വലിച്ചൂടെ? ചില ആൾക്കാർ പറയും ഒന്ന് കുറച്ച് ഇട്ട് വെച്ചൂടെ അവിടെ, അപ്പോഴല്ലേ മീൻ കൊത്തുള്ളൂ, മീൻ കാണൂ. ഇതങ്ങനെ മീനിനെ കാട്ടി കൊടുത്ത് ആക്കം പോലെ വലിച്ചണ ചൂണ്ടലും പരിപാടിയല്ല. ഇത് വള്ളത്തേക്ക് ചെന്ന് പോകുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു മീനുണ്ട്. അതിപ്പോൾ നമ്മളെ പൊയിൽ കാര്യമായിട്ട് ചേറാനും ബ്രാലും തന്നെ ഉള്ളൂ. അപ്പോൾ ആ സാധനങ്ങൾ ഇളകണ സാധനങ്ങൾ വെട്ടിരുന്നതാണ്. പിന്നെ ആ കൂട്ടത്തിൽ മറ്റേതുണ്ട് കേട്ടോ, കടന്ന ഓൽക്കില്ലേ സാധനം വേറെയാണ്. അപ്പോൾ അത് ഇളകുന്ന നോക്കി ഇങ്ങനെ നിന്ന് അത് എവിടെയാണ് വെച്ചാൽ അവിടെ പാഞ്ഞു വന്ന് ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്ത് വെട്ടി പിടിച്ച് പോണതാണ്. അപ്പോൾ ഓല് നിൽക്കുന്ന ആ ഏരിയയിൽ ചെന്ന് കറക്റ്റ് അത് വീണ് പോരുമ്പോൾ പിന്നാലെ കൂടിയിട്ട് ഒരു വെട്ടുക ചെയ്യുക. അല്ലാതെ അത് അവിടെ അങ്ങനെ ഇട്ട് വെച്ചതുകൊണ്ട് ഒരു കാര്യമല്ല. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ മീനെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ആ ഏരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരമാവധി അടുത്ത് എറിയാൻ വേണ്ടിയിട്ട് എളുപ്പം എത്രയും പെട്ടെന്ന് സാധനം വലിച്ച് കരയത്ത് കയറ്റുക. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തു നിന്നൊന്നും അധികം അപൂർവമായിട്ടൊക്കെ ചിലപ്പം ലക്കി എന്നല്ലാതെ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ചൂണ്ടലെറിഞ്ഞ് പിടിക്കണ മീൻ ആ മീനിനൊരു പരിധിയുണ്ട്. ഒരിങ്ങനെ ഏതെങ്കിലും പൊന്തയിലും കാടിലും അല്ല മരത്തിൻ്റെ ചോട്ടിലും ഒക്കെ ആയിട്ട് അധികം വെള്ളം അനക്കല്ലാത്ത സ്ഥലത്ത്, ഇപ്പോഴൊക്കെ വെള്ളം കുറച്ച് നല്ല അനക്കമുള്ള ടൈമാണ്. ഈ സമയം ശരിക്കും പോലെ പിടിക്കുന്ന ടൈം ആയിട്ടില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമുള്ളതുകൊണ്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പരിസരത്ത് നിന്ന് വീണ് ഓൽക്ക് ഈ വെള്ളത്തിൻ്റെ അനക്കല്ലാത്ത ഭാഗത്തുനിന്ന് ഇതെന്തോ സാധനം വെള്ളത്തിൽ ഇറങ്ങി ചാടിപ്പോകുന്നുള്ളവർക്ക് പിന്നാലെ കൂട്ടിയിട്ട് വെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഓല് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മളത് പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ ചിലർ പറയും എന്തത് ഇപ്പോൾ നാക്കം പോലെ വലിച്ചൂടെ, അവിടെ കുറച്ച് ഇട്ട് വെച്ചൂടെ എന്നൊക്കെ. അപ്പോൾ അതിൽ ഓൽക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഓല് കണ്ടിരിക്കണത് അങ്ങനെയാണ്. ചൂണ്ടൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് ചൂണ്ടലിട്ടിരുന്ന് മീൻ വന്ന് അതിന്മേൽ കൊത്തിയിട്ട് അതിനെ വലിച്ച് കയറ്റുന്നതാണ്. അത് വേറെ ചൂണ്ടലുകളുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് പിന്നെ ഓതാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആ കാര്യം ചെയ്യുമ്പോൾ അതൊരിക്കൽ ശരിയായില്ലെങ്കിൽ അത് ശരിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ആവർത്തിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് റെഡിയാവും. അതെപ്പോൾ റെഡിയാവുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ നമ്മളൊരു കാര്യം എഴുതി വെക്കുകയാണെങ്കിൽ അത് എഴുതുമ്പോൾ പേനയും പേപ്പറും എടുത്ത് എഴുതുമ്പോൾ അത് ഒരിക്കൽ എഴുതുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കി പോവല്ല ചെയ്യേണ്ടത്. അടുത്തത് പിന്നെ എഴുതണം. അപ്പോൾ അത് ശരിയാവും. ഇങ്ങനെയാണല്ലോ എൻ്റെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീൻ പിടിക്കണ വീഡിയോ നല്ല കറക്റ്റ്, ഇന്നലെ ഒരാൾ കമൻറ്റ് എഴുതിയിരിക്കണം, മീൻ പിടിക്കാനൊക്കെ എനിക്ക് ഉപയോഗിക്കും, പക്ഷെ അത് റീലാക്കാനും വീഡിയോ ആക്കാനും കഴിയില്ല. അതിപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തിങ്ങനെ പോരുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ശരിയാവും. ശരിയാണത് മുതൽ പിന്നെ നമുക്ക് ആ ശരിമ പിടിച്ചാണ് മുന്നോട്ട് പോകാം.
പക്ഷെ ശരിയാവില്ല എന്ന് പറഞ്ഞോടുകൂടെ അപ്പം ഞാൻ ഈ പരിപാടി നിർത്താൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പം ഇങ്ങനെ കുറേ ശരിയാകൽ ഉണ്ടാവണമെങ്കിൽ ശരിയാകാത്തത് കുറേ ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് ശരികളുടെ പിന്നിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ബൾബ് കണ്ടെത്തിയ ഏതോ ഒരാളുണ്ട്. അയാൾ ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1000 വട്ടം ബൾബ് ഉണ്ടാക്കിയിട്ടും ആ ബൾബ് കത്തിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എല്ലാ നിലക്കും ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടി നീ എന്തായാലും കത്തുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫൈനലിലെത്തിയ അയാൾ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഓൾഡറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് അത് കൊണ്ടുവന്നോട് കൂടെ വീണ് പൊട്ടിയായിരുന്നു. അവിടെ അയാൾ പരാജയപ്പെട്ട് അയാളെ കുറേ വെറുതെ മനസ്സിനെ വണ്ടി കയറ്റാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അയാൾ നിരാശനായി. ഏതായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ പരിശ്രമിച്ച് വീണ്ടും ബൾബുണ്ടാക്കി വീണ്ടും ആളുകളൊക്കെ വിളിച്ചുകൂട്ടി ഞാൻ ഇങ്ങനെ സാധനം കണ്ട് പിടിച്ചിക്കണ്, നമുക്ക് ലൈറ്റിന് ബൾബ് കത്തിച്ച എന്ന് പറഞ്ഞുണ്ടാക്കിയപ്പം ആളുകളെ വിളിച്ചുകൂട്ടി പിന്നെ അയാളെ ഒരു പണിക്കാരനെ കൊണ്ടാണ് പിന്നെ പരിപാടി നടത്തിച്ചതെന്ന്. അപ്പോൾ അത് ചെയ്ത് കാണിച്ചപ്പോൾ അയാളാണ് അതിൻ്റെ ആളെന്നൊക്കെ ആളുകൾ പറഞ്ഞു എന്നൊക്കെ പറയണേ ഒരു കഥ കേട്ടണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊരു സംഗതിക്കും ഏതൊരു കാര്യത്തിലുള്ള വിജയത്തിനും പിന്നിൽ ഒരുപാട് നിരാശകളും ഒരുപാട് പരാജയങ്ങളും ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും. അത് ഈ കുറവുകൾ കാണുന്ന ആൾക്കാർക്ക് അതന്നെ ഒരു പണിയാണ്. ഓൽക്ക് അതിനായിട്ട് വയ്ക്കും, ഓൽക്ക് അത്രയും വയ്ക്കൂല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഓല ആ കാര്യത്തിൽ അത്രയും ചെയ്തിട്ടുണ്ടാവില്ല. ഓല പണി എന്താ, ഇങ്ങനെ കുറവുള്ളത് നോക്കിയാണ്ട് തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരോട് പറയാന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതൊരു മേഖലയിലും ഇടപെടുന്ന ആളുകൾക്ക് ആ മേഖലയാണ് അയാളുടെ മേഖല. അവിടെ അദ്ദേഹം ചെയ്യുന്ന സംഗതികൾ പൂർണ്ണമാവാം അപൂർണമാവാം. അത് അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മതി. ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ചിന്തിക്കൽ തന്നെ പണിയുള്ളൂ. അപ്പോൾ നമ്മളെ കാര്യത്തിൽ നമ്മളെ ടൂള് ചെയ്യാനുള്ള ഒരറിവ് അത് നമുക്കുണ്ടായിരിക്കണം. നേരെ മറിച്ച് നമ്മളെപ്പോൾ എന്തൊക്കെ ആകണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പമ്പരമായി അങ്ങനെ പോകും. പോല് വലിച്ചെറിയണ ഒരു പമ്പരം പോലെ ഇങ്ങനെ കറങ്ങി പോണൊരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യണം. പൊന്മ വന്നുകൊണ്ടേ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കണ്ടവില്ല പൊന്മ ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ടപ്പോഴേ കുറേ നേരമായി മൂപ്പര് ആ മരത്തമ്മ ഇങ്ങനെ ഇരിക്കണം. മൂപ്പര് ഇതിങ്ങനെ വെള്ളത്തിൽ കൂടി പോകുന്നുണ്ടപ്പോൾ ഇത് മൂപ്പർക്ക് തിന്നാൻ പറ്റിയ സാധനം എഴുതിയിട്ട് പാഞ്ഞു വന്നിട്ട് എൻ്റെ ഫ്രോഗ് കൊടുത്തിട്ട് ഒറ്റ പോക്ക്. അങ്ങനെയൊക്കെ അതിൽ ചില സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണതിൻ്റെ ഇടയിൽ തന്നെയാണ് മീൻ കിട്ടുക. അപ്പോൾ അത് മീൻ പിടിച്ചത് കാണണമെന്ന് മാത്രം ആ ഒരു പോയിൻ്റ് മാത്രം കാണണമെന്ന് കരുതി ഇത് കാണുന്ന ആൾക്കാർ എപ്പോഴും ഇട്ടെറിഞ്ഞ് പാഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറം കഴിഞ്ഞ നാൾ വഴികളിലൂടെ നമ്മൾ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടുണ്ടായ നമ്മളൊരുപാട് കഥകൾ പറഞ്ഞ് ഇങ്ങനെ പോവുക. അല്ലാതെ ഇപ്പോൾ ഈ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിർത്തപ്പോൾ കാട്ടണത് പിന്നെ ഇപ്പോൾ എല്ലാ പറയലും വളരെ അളന്ന് മുറിച്ച് കറക്റ്റ് ചെയ്തിട്ട് പറയാനൊന്നും കഴിയില്ല. കാരണം അത് എഴുതി മേട്ടറാക്കിയാണ് നോക്കി വായിക്കലല്ലോ. ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കുമ്പോൾ മീൻ ചൂണ്ടലെറിയണ കാര്യം ശ്രദ്ധിക്കണം, നടക്കണ വഴി ശ്രദ്ധിക്കണം, ചുറ്റുഭാഗം നോക്കണം. കാരണം ആനയും പുലിയൊക്കെ ഉള്ള കാട്ടുകൂടി ചൂണ്ടലെറിഞ്ഞ് പോകുമ്പോൾ ചുറ്റുഭാഗം നോക്കണം. നടന്നു പോണ വഴി കുണ്ടും കുഴി അത് നോക്കണം. അതിൻ്റെയൊക്കെ പുറമെ നല്ല പാമ്പുകളുണ്ടാവും, അത് നോക്കണം. അതിൻ്റെ അടിയിൽ കൂടി എറിയും വേണം, അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ആലോചിച്ച് പറയും വേണ്ടേ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കേട്ട് പോകാൻ വലിയ രസം ചുരുക്കൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കാൻ സൗകര്യമുള്ളവർ കേൾക്കുക. എന്തെങ്കിലും പോസിറ്റീവൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം, പ്രത്യേകിച്ച് നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാം.
പറഞ്ഞു പോണ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഒരുപാട് വോയിസുകൾ വാട്സപ്പിലൊക്കെ നല്ല സന്തോഷമുള്ളത് തോന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിച്ചിടത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ തുടക്കത്തിൽ നമ്മളിങ്ങനെ മീൻ പിടിച്ച് പോന്നപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പെരല് പിടിച്ചതും പിന്നെ കരുതല പിടിച്ചതും പിന്നെ ചെറിയ 2-3 ചെറിയ മുഷ്കുട്ടികളെ പിടിച്ചതും, അത് പിടിച്ചത് കൊട്ട കൊണ്ട് കോരി പിടിച്ചതായിരുന്നു. കൊട്ട കട്ടെടുത്തതും ആയിരുന്നു എന്നൊക്കെ ഇന്നലെ പറഞ്ഞു നമ്മൾ. അപ്പം നമ്മൾ ആ കൊട്ടമ്മ കൂടി അങ്ങനെ പോയി. കൊട്ട എന്ന് പറയുന്ന സാധനം ഓടോണ്ടാണ്. ഓടാന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള മുള പോലെ ചെറിയ ഒരൈറ്റം സാധനമാണെന്നൊക്കെ പറഞ്ഞിന്നല്ലേ. അപ്പോൾ പൈതുകൾ അടച്ച് പോവുകയാണ് നമ്മൾ. അപ്പോൾ പിന്നെ മുളൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ ഉപ്പാനെക്കുറിച്ച് ഓർത്തതും ഉപ്പാനെക്കുറിച്ച് കുറച്ച് പറഞ്ഞതും. ഉപ്പാനെ അറിയുന്ന ആൾക്കാർക്കും ഉപ്പാൻ്റെ കൂടെ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പോയ ആളുകൾക്കൊക്കെ ഉപ്പാനെ ഒന്ന് ഓർക്കാനും അതിലൂടെ ഉപ്പാക്കൊരു പ്രാർത്ഥന നടത്താനൊക്കെ ചിലപ്പോൾ ഇത് കാരണമാവും. നമ്മളെ ഉപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഉപദേശം തന്ന ആൾ എൻ്റെ ഉപ്പയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കാരം. പക്ഷെ അങ്ങനെയല്ല. ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, നമ്മളെ നാട്ടിലുള്ള ചെറിയ പുൽവീടുകൾ നിർമ്മാണത്തിലുള്ള ഒരു എൻജിനീയർ ആയിരുന്നു എന്ന്. എന്നാൽ അതുപോലെ ഒരുപാട് കാര്യത്തിൽ ഉപ്പ എൻജിനീയർ ആയിരുന്നു. അപ്പോൾ ഉപ്പ ആ നാട്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയി എന്നത് ഉപ്പാൻ്റെ വളർച്ചയ്ക്ക് തടസ്സങ്ങളുണ്ടായി. ഉപ്പാൻ്റെ ജീവിതത്തിൽ അത്രേ കണക്കാക്കപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. നേരെ മറിച്ച് നല്ല രീതിയിൽ വളർത്താനും മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഒരു നല്ല വിദ്യാർത്ഥിയാകാനും നല്ല വിദ്യ നേടാനും അതിലൂടെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിത്തീരാനൊക്കെ ഉള്ള സാധ്യതകളുള്ള അത്ര ഒരു മെമ്മറി പവറുള്ള ആളായിരുന്നു. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് എന്ത് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉള്ളൊരു അപാരമായ കഴിവ് പാകണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പം ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കാട്ടിൽ പോവും. ഉപ്പാൻ്റെ കൂടെ പുല്ലരിനടുത്ത് വെള്ളം കലക്കി കൊടുക്കാനും വെള്ളം എടുത്ത് കൊടുക്കാനും ചെറിയ ഭാഗത്തു കൂടെയൊക്കെ പുല്ലരിഞ്ഞ് വെച്ചതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനൊക്കെ കൂടി കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തും അതേപോലെ വീട്ടിലും ചില സമയങ്ങളിലൊക്കെ ഇരുന്ന് ചില സമയത്തൊക്കെ ഇങ്ങനെ ഉപദേശം ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം അന്ന് ഉപ്പ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങളുണ്ടായിത്തീരാൻ സംസാരങ്ങൾ കാരണമായിട്ടുണ്ട്. പക്ഷെ അന്ന് പറയുമ്പോഴൊന്നും നമുക്കത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ അറിയില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഓരോ കടമ്പകൾ കഴിഞ്ഞ് വരുമ്പോൾ ജീവിതത്തിലുള്ള ഓരോ മാറ്റങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ മേഖലകളിലും അന്ന് ഉപ്പ പറഞ്ഞിരുന്നത് ഇതായിരുന്നു എന്ന് നമുക്ക് ഓർമ്മ വരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല മോട്ടിവേഷൻ ഉപദേശങ്ങൾ ഉപ്പാൻ്റെയൊക്കെ ഒന്ന് കിട്ടിയിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്നൊരു പാഠം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സമയത്തൊരു പക്ഷേ നമുക്കത് ഉപകാരപ്പെട്ടില്ലെങ്കിലും പിന്നീട് നമുക്ക് വിവരമുള്ള ആളുകൾ, അനുഭവമുള്ള ഏറ്റവും വലിയ അറിവ് അത് കേൾക്കുമ്പോൾ നിസ്സാരപ്പെടുത്തരുത്. അത് നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അതേപോലെ നമ്മളെ കയ്യിലുള്ള അറിവുകൾ നമ്മൾ പങ്കുവെക്കുന്നിടത്തും ആ പിശുക്ക് കാണിക്കരുത്. നല്ല അറിവുകളുണ്ടെങ്കിൽ അതാർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അത് കേട്ടതുപോലെ ചെയ്യുന്നില്ലെങ്കിലും ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നൊരു കാലം വരും. അത് പല ആളുകൾക്കും വൈകിയാണ് ഉണ്ടാവുക.
ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് ഉണ്ടായ ഒരു കാലം ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3-4 വർഷത്തിനുള്ളിലാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് അത് നേടിയെടുക്കാൻ എനിക്ക് കഴിയും എന്ന ഒരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ പരിധിയിൽ നിന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റിയത് അതിന് കാരണമായതെന്താ വെച്ചാൽ ഇത്തരത്തിൽ പുതിയ ചില അറിവുകളുമായി കണക്ട് ചെയ്തു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നല്ല അധ്യാപകൻ്റെ വിദ്യാർത്ഥിയായി എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല അതിൻ്റെയൊക്കെ അപ്പുറം ചില കാര്യങ്ങളുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ചില ആളുകളുമായി കണക്റ്റ് ആയപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറണം. നമ്മളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറണം. അപ്പോൾ നമുക്ക് സ്വയം ചിലപ്പോൾ മാറാൻ കഴിയില്ല, മാറി ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ മാറി ചിന്തിക്കണമെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കും വിധത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവണം. ആ ചിന്തയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും. എന്താ തിരഞ്ഞെടുക്കണം? നമുക്കെന്താ വേണ്ടത്, നമുക്കെന്ത് വേണം എന്ന് ചിന്തിക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ചിന്തിക്കണം. എനിക്കെന്ത് വേണം, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ, നിലവിലുള്ള ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയാൽ അതെനിക്കുണ്ടാകുമോ? നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം നമുക്കുണ്ടാക്കി തന്ന അവസ്ഥകളാണ്. ആ സാഹചര്യത്തിൻ്റെ തടവറയിലാണ് പലപ്പോഴും നമ്മളുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നിലവിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ അറിവിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടിയ ഒരു അറിവും അതിലൂടെ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളും അതുമായി കണക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യവും ചിന്തിക്കുള്ളൂ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അതിനെ മറികടക്കാൻ നമ്മൾ തയ്യാറാവില്ല. അങ്ങനെ തയ്യാറാവുമ്പോൾ, അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വേട്ടയാടുക, അങ്ങനെ ചെയ്താൽ അതെന്താവും, അതിൽ ഞാൻ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നൊരാശങ്ക അതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. നമ്മളെ കയ്യിലൊരു വാഹനം ഉണ്ട്, നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്. ഒരാൾക്ക് ആക്സിഡൻറ്റ് പേടി. അപ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് അത് അങ്ങനെ പോർച്ചിൽ നിർത്തിയിട്ടു. ഇടക്ക് വണ്ടിയൊക്കെ പോയി തുറക്കും, AC ഒക്കെ ഇട്ട് നോക്കും, പാട്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ അതുകൊണ്ട് ആ വണ്ടി കൊണ്ടുള്ള ഉപകാരം അയാൾക്ക് കിട്ടില്ല, അതങ്ങനെ തുരുമ്പിടിച്ച് പോകുന്നല്ലാതെ. എന്നതുപോലെ തന്നെ ഒരു വണ്ടിയാണ് നമ്മളത്. അപ്പോൾ അതിൻ്റേതായ ചില ഉപയോഗങ്ങളുണ്ട്. നമുക്കൊക്കെ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, നമുക്ക് ആവശ്യമുള്ളത് പലതും നമ്മളെ മുമ്പിലുണ്ട്. പക്ഷേ അതുമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്കത് കിട്ടണമില്ല. എന്തോ സംഗതി അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുക. അതിനെ നമുക്ക് തടസ്സമാകുന്നത് ഞാൻ പറഞ്ഞത് നമ്മളെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ അറിവും നമ്മളെ അനുഭവങ്ങളും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അറിവ് കുറവുണ്ട്, അല്ലെങ്കിൽ പേടിയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരുടെ ടൂളുകളായി മാറിയാൽ നമ്മളെന്നും അങ്ങനെ തന്നെ ആകുള്ളൂ. നമ്മളെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മളായിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഉപകരണങ്ങളായി മാറും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ചില അറിവുകൾ ആവശ്യമാണ്. അറിവ് എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ കൈകളിൽ ഉള്ളതല്ല. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാവാം, അത് പുറത്തേക്ക് വരാതെ കിടക്കുന്നതായിരിക്കും. എല്ലാ അറിവുകളും നമ്മളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അത് പുറത്തെടുത്ത് തരാൻ കഴിയുന്ന വിദഗ്ധനായ ഒരാൾ നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അത്തരം നല്ല അറിവുകളിലേക്ക്, നമുക്ക് ആവശ്യമുള്ള ഒന്നിനെ മനസ്സിലാക്കാൻ ആവശ്യമായ അറിവുകളിലേക്ക് നമ്മൾ നീങ്ങുകയും
അതിനെക്കുറിച്ച് അറിയുകയും ചെയ്ത് ആ അറിവ് കേവലം ഒരു അറിവ് ആവരുത്. അത് എന്തോന്നിനെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ആ അറിവനുസരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം എന്താണ് എന്ന ഒരു കാഴ്ചപ്പാടും കൂടി നമുക്ക് വേണം. നമ്മൾ ആ കാര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ അറിഞ്ഞതുപോലെ ഇനി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തു തീരുമ്പോൾ അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കും, അതിലൂടെ എനിക്കെന്ത് ലാഭം എന്ന ഒരു സംഗതിയെ നമ്മൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതൊരു ചിത്രമായിട്ട് നമ്മൾ അതിലേക്ക് നോക്കണം. അതിലൂടെ എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയൊക്കെ ആകും എന്നതിനെ നമ്മളൊരു ചിത്രമായിട്ട് കണ്ട് പിന്നെ ആ സംഗതിയിലേക്ക് നമ്മൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയും നമ്മളുടെയും ഇടയിലുള്ള ഒരു ദൂരം അതിനെ നമ്മൾ ശരിക്കും കാണണം. അപ്പോൾ ഇത്ര ദിവസം, ഇത്ര സമയം, ഇന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു ക്രമീകരണം അതിൽ നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഉണ്ടാക്കി തീർക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട സമയം, ഇതൊക്കെ നമ്മൾ എന്താക്കണം, സുമാർ ഒരു ദിവസം ഇത്ര സമയം അതിനു വേണ്ടി ഞാൻ ചിലവഴിക്കും, അതിനു വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്ന് കൃത്യമായി നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ എഴുതി വെച്ച് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, അതിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് നമ്മൾ സുമാർ ഒരു നാട്ടിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ അവിടേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നമുക്ക് അറിയുമ്പോൾ, ആ സ്ഥലത്തേക്കുള്ള വഴി അറിയുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ പിന്നിടുന്ന വഴികളെ നമ്മൾ അനുഭവിക്കുകയും എത്തിപ്പെടാനുള്ളൊരു സ്ഥലത്തേക്കുള്ള ഒരു ദൂരത്തെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിപ്പെടുക എന്നത് വളരെ പെട്ടെന്നായിക്കൊള്ളുന്നില്ല. അവിടേക്ക് എത്താനുള്ളൊരു ദൂരം, ആ വൈദൂരം, അതുപോലെയുള്ള സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ബാധകമാണല്ലോ, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ അതിനിടയ്ക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ചില കെട്ടുകുടുക്കുകൾ ഉണ്ടാവും. ഇതേപോലെ ഇപ്പോൾ കണ്ടത് കെട്ട് കുടുങ്ങിയിരിക്കണം. ഈ നൂല് വളരെ നൈസ് നൂലാണ്, ഇത് കെട്ട് കുടുങ്ങി. ഇത് കെട്ടി കുടുങ്ങി കഴിഞ്ഞത് എറിഞ്ഞാൽ ദൂരം പോവില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് ഇട്ടെറിഞ്ഞ് പോവുകയെ, അങ്ങനെയല്ല. അതിന് മുമ്പ് കെട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ കെട്ടുണ്ടായത് എങ്ങനെ, അത് അയക്കാനുള്ള പണി നമ്മൾ നോക്കുക. പക്ഷേ ചില കെട്ടുകൾക്കൊരു പ്രശ്നമുണ്ട്. ചില കെട്ട് നമ്മൾ ഇട്ടാൽ പോലും ആ കെട്ട് അങ്ങനെ ചെറിയ നൂലുകളൊക്കെ ആണെങ്കിൽ ആ കെട്ട് നമ്മളിട്ടാൽ പോലും നമുക്ക് അയക്കാൻ കഴിയില്ല. അങ്ങനെ ചില കെട്ടുകളുണ്ടാവും. അത് നമ്മളെ ഉള്ളിലൊരു തരം വിശ്വാസമായി, അഖീദ എന്ന് പറയാം അറബിയിൽ. അഖീദ എന്നാൽ വിശ്വാസം എന്നാണ്. ഈ അഖീദ എന്ന് പറഞ്ഞാൽ അഖദ് പറഞ്ഞാൽ കെട്ട്, അതൊരു സാധാരണ കെട്ടല്ല. അതേമാതിരി ഇതിപ്പോൾ ഈ നൂലിപ്പോൾ കെട്ട് കുടുങ്ങിയത് ഒരു ചെറിയ കെട്ടാണ്, അതറിയാതെ എങ്ങനെയോ കെട്ട് കുടുങ്ങിയതാണ്. അപ്പോൾ ഇത് കെട്ട് നിലനിർത്തി തെറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉദ്ദേശിക്കുന്ന ദൂരം പോവില്ല, ഇതൊരു തടസ്സമായിട്ട് ഇങ്ങനെ വന്നു കൊടുക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ നൂല് വളരെ നൈസ് നൂലാണ്. ഇതിമപ്പോൾ അത്യാവശ്യം ഒരു 10-20 കിലോ തൂക്കം വരുന്ന മീനുകളൊക്കെ വലിച്ച് കൊണ്ടുവരാനുള്ളൊരു പവർ ഇതിനുണ്ട്. ഇത് ഈ നൂലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. പക്ഷേ ഇതിന് നൂലിന് ഇടയ്ക്കൊരു കെട്ട് വന്നു കഴിഞ്ഞാൽ കെട്ടുള്ള ഭാഗം പെട്ടെന്ന് പൊട്ടും. നമ്മളെ ഈ നൂലുകളൊക്കെ കണ്ടില്ലേ, കെട്ടിട്ടുകൊണ്ട് വലിച്ച് പൊട്ടിച്ചാണ്. അത് ഈ പെരക്ക് കുറ്റിയടിച്ചാൻ പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങാടിയിൽ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കയറുണ്ടല്ലോ, ആ കയറ് കത്തിയും കൊണ്ടൊന്നല്ല പൊട്ടിക്കുക, അതൊരു കെട്ടിട്ടിട്ട് ഒരു പ്രത്യേക വലിയുണ്ട്, ആ വലിന് വലിച്ചാലാണ് പൊട്ടുവിടെ. എന്നതുപോലെ ഈ നൂല് കെട്ട് വീണ് കഴിഞ്ഞാൽ, അതേപോലെ ചൂണ്ടലിടുന്ന ഈർപ്പ അതൊക്കെ കെട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുടുങ്ങി നമ്മൾ വലിക്കുമ്പോൾ ഈ കെട്ടിലെടുത്താൽ പൊട്ടുക. അപ്പോൾ അങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം എറിഞ്ഞാൽ ദൂരം പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള കെട്ടുകൾ വരുമ്പോൾ നമ്മളത് മെല്ലെ കഴിച്ചെടുക്കണം. നല്ല ക്ഷമ വേണം. മീൻപിടുത്തത്തിന് നല്ല ക്ഷമ വേണമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് ക്ഷമ ഇല്ലെങ്കിൽ പിന്നെ എന്താകുക, ഒന്നിരിക്കൽ നമ്മൾ ആ കേട് നിലനിർത്തിയിട്ട് അതുകൊണ്ട് ജോലി ചെയ്യും. ആ സമയത്ത് നമുക്ക് എന്താവില്ല, ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല. അല്ലെങ്കിലോ നമ്മൾ അത് എറിഞ്ഞ് വലിച്ച് പൊട്ടിച്ച് നമ്മൾ പരാജയപ്പെട്ടു പോവും. പിന്നെ മറ്റൊന്നിപ്പോൾ കെട്ട് കുടുങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക, അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് പോവുക. ഇതിപ്പോൾ ഭയങ്കര കെട്ടാണ്, ഒറ്റ കെട്ടുള്ളൂ. പക്ഷേ ആ കെട്ട് കാഴ്ചക്ക് ചെറിയൊരു കുറവും, പിന്നെ അത്രയും ചെറിയൊരു കെട്ടാവുകൊണ്ട് ആ കെട്ട് കുടുങ്ങിയ ഭാഗത്തിലൂടെ പോയിട്ട് വേണം അതിനെ വേറെടുത്താൻ. രണ്ട് തലയും പിടിച്ചുകൊണ്ട് നമ്മൾ വലിച്ചാൽ ചില കെട്ടൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ പോരും. പക്ഷെ അത് പിരിഞ്ഞ് കയറിയതാണെങ്കിൽ ഒരിക്കലും പോരില്ല, അതവിടെ കെട്ടായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഒരുപാട് നീളല്ലേ ഈ സാധനം, നല്ല വിലയുള്ളതാണ്. അതിപ്പോൾ ഇവിടേക്കെത്തി കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെറിയ മുറിവ് ഒക്കെ അതിന് ഏറ്റിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ 8 നൂലുകളൊക്കെ കൂടി പിരിച്ചുണ്ടാക്കിയ ഒറ്റ നൂലാണ്, ഒക്കെ കൂട്ടിയ ഒരു നൂലിൻ്റെ വണ്ണുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടെറിഞ്ഞ് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു കൂടി. അപ്പോൾ അത് ശരിയാകും, അത് ശരിയാക്കണം എന്ന ഒരു തീരുമാനവും അതിനുള്ളൊരു പ്രവർത്തനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ശരിയാവും. നമുക്ക് വീണ്ടും നമ്മളെ പരിപാടി തുടങ്ങാം. അപ്പോൾ എന്നതുപോലെ നമ്മൾ വഴിയിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴും ആ കാര്യം വിജയിപ്പിച്ചെടുക്കുന്നതിന് അതിൻ്റെ എൻഡിലേക്ക് നോക്കി അതൊരു ചിത്രം ആയി നമ്മൾ കണ്ട് ഇമാജിനേഷൻ ചെയ്ത് അതിനോട് അടുക്കുന്നു, ഞാൻ ഇത്ര ദൂരം ഞാൻ അടുത്തു എന്ന് നമുക്ക് ബോധമാണ്. അപ്പോൾ അത്തരമൊരു ഡ്രൈവിങ്, അപ്പോൾ ആ ഡ്രൈവിങ്ങിലൂടെ നമ്മൾ ദൂരം പിന്നിടുമ്പോൾ അതും ഇനി അടുക്കാനുള്ള ദൂരവും ഒക്കെ കാണുന്നത് പോലെ തന്നെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കെട്ടുകുടുക്കുകൾ പോലെ ബ്ലോക്കുകളും യാത്രക്കിടയിലുള്ള പ്രയാസങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മളിടക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അല്ലെങ്കിൽ ഡ്രൈവിങ് നിർത്തി നമ്മൾ യാത്ര സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകേണ്ട ചില കാര്യങ്ങളുണ്ടാവും, ചിലത് കൂടെ പോകേണ്ടതുണ്ടാവും. അപ്പോൾ സ്വന്തം പോകണതാണെങ്കിൽ നമ്മൾ അത് നിർത്തിപ്പോന്നു, കൂടെ പോകുമ്പോഴാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങിപ്പോരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ഒരു സ്ഥലമുണ്ട്, ഒരു നിശ്ചിത സ്ഥലം. ആ സ്ഥലത്തേക്ക് നമ്മളുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ വൈക്കുന്ന് നിർത്തി പോന്നാൽ നമ്മൾ ആ സ്ഥലത്തേക്ക് ഒരിക്കലും എത്തൂല. അപ്പോൾ നമ്മളവിടേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ അവസാന സമയം വരെ നമ്മൾ ക്ഷമയോടുകൂടി അവിടെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണയും അതിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരത്തെ കൃത്യമായി നമ്മൾ ക്രമപ്പെടുത്തി അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഫീൽ ചെയ്യണം. അത് നമ്മൾ ആ രീതിയിൽ ക്രമീകരിച്ചാൽ നമുക്ക് നിരാശകളും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയും. അല്ല എങ്കിൽ പിന്നെ നമ്മൾ പലപ്പോഴും അവിടെയാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അപ്പോൾ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ആ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടാകുക. അപ്പോൾ നമുക്ക് സ്വന്തം അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളെ, അറിയുന്ന ആളുകൾ, നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ വിജയിച്ച ആളുകളുണ്ടാവും. ആ വിജയിച്ച ആളുകളുടെ കൂടെ പോവുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, അവരെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ ഒരു ഗൈഡ് നമുക്കുണ്ടായിരിക്കണം. ഏതൊരു കാര്യത്തിലും നമുക്കൊരു ഗൈഡ് ഉണ്ടായിരിക്കുക, നിർദ്ദേശങ്ങൾ തരുന്ന ഒരു മാർഗരേഖ. അത് വ്യക്തിയാവാം, രേഖകളാവാം, ചരിത്രങ്ങളാവാം, എന്തായാലും വേണ്ടില്ല. അതിനെ കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോഴാണ് നമുക്കതിൽ വിജയങ്ങളുണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ ചൂണ്ടലിടുകയാണ്. ഇതിലിപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കാൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഒരാൾക്ക് ചൂണ്ടലിട്ട് മീൻ പിടിക്കൽ, അത് പ്രത്യേകിച്ച് ഇങ്ങനെ റോഡും റീലും ഉപയോഗിച്ചിട്ട് എറിഞ്ഞിട്ട് ചേറാനെ പിടിക്കൽ എങ്ങനെയാണ് എന്ന് പഠിക്കലാണ് ഉദ്ദേശം. അപ്പോൾ അയാളിപ്പോൾ ഇത്രയും സമയം ഇപ്പോൾ ഇത് കണ്ടിട്ടും ഇതിൽ ചേറാനും കിട്ടിയില്ല. എന്നാൽ ഇനി ഇത് കിട്ടൂല എന്ന് കരുതിയിട്ട് അയാൾ പോകരുത്. അയാൾക്കൊരു വിശ്വാസം വേണം. എന്ത്, ഈ വീഡിയോ എടുക്കുന്ന ആളും പറയുന്ന ആളും നിലവിൽ ചേറാൻ പിടുത്തത്തിൽ അതിവിദഗ്ധനായ ഒരാളാണ് അദ്ദേഹം. നല്ലോണം ചേറാൻ പിടിക്കലുണ്ട്. ഇടയ്ക്ക്
അദ്ദേഹത്തിന് കിട്ടലുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം, നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴും ആ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ചൂണ്ടലെറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും മീൻ കിട്ടും എന്നൊരു വിശ്വാസം എന്നെ അടുത്തറിയുന്ന ഒരാൾക്ക് ഉണ്ടാവും. അപ്പോൾ അയാൾ പ്രതീക്ഷയോടുകൂടെ ഉണ്ടാവും, വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് പോലെ ഞാനിങ്ങനെ ഇപ്പോൾ ഓരോ ഏറിലും മീൻ കിട്ടും എന്ന ഒരു തോന്നലാണ് എറിയണത്. പക്ഷെ അത് ഏത് ഏറാണ് ലെവലാകുക എന്ന് അറിയില്ല. അപ്പോൾ അറിവുണ്ടാവുക എന്നതോടുകൂടെ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, നമ്മളെ ഈ ചെയ്യുന്ന ആൾ അയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ആ വ്യക്തിയോടുള്ള വിശ്വാസത്തിൽ നിന്ന് അയാൾ പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം ചെയ്തിട്ടാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക. ആ വിശ്വാസം മാത്രം പോരാ. ഏതൊരു കാര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെയും മേലെ ഒരു ബോധ്യം ഉണ്ടാവണം. ബോധ്യം, അതാണ് പ്രധാനം. ബോധ്യം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും സംശയങ്ങളും പേടിയും നിരാശയും ഒക്കെ ആയിട്ട് പിന്തിരിഞ്ഞു പോരുക. അപ്പോൾ ഈ ബോധ്യം എന്ന സംഗതി എങ്ങനെ ഉണ്ടാകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മീൻ പിടുത്തക്കാരനാണ്. എനിക്ക് മീൻ പിടിക്കണമെങ്കിൽ ആ മീൻ പിടിക്കാൻ ഇറങ്ങാൻ അതിലെനിക്കൊരറിവും വിശ്വാസവും ബോധ്യവുമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, മീൻ പിടിച്ചിറങ്ങുക. അപ്പോൾ ഇവിടെ ഞാൻ എന്താക്കുന്നുണ്ട്, മീൻ പിടിക്കുക എന്ന പരിശ്രമം നടത്തുന്നുണ്ട്. ആ പരിശ്രമത്തിൻ്റെ വിജയം കിട്ടുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു മീൻ കിട്ടണമെങ്കിൽ ഞാൻ എത്ര സമയം മീൻ പിടിക്കണം, എത്ര സമയം എറിയണം, അത് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഏരിയ അത് കവർ ചെയ്ത് ഇങ്ങനെ പോകണം. ആ ഏരിയൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മീൻ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന മീൻ ഉള്ള സ്ഥലത്തേക്ക് എൻ്റെ ചൂണ്ടിൽ നിന്ന് വീണാൽ മീൻ കിട്ടും എന്ന ഒരു ഉറപ്പിരിക്കുന്നുണ്ട്. അതെൻ്റെ ബോധ്യമാണ്. ആ ബോധ്യം എങ്ങനെ ഉണ്ടായത്? അത് ഞാൻ നേരത്തെ ഇവിടെ വന്ന് മീൻ പിടിച്ച് എനിക്കുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ആ ബോധ്യം ഉണ്ടായത്. എന്നാൽ പുതിയൊരു പുഴ ഞാൻ കാണുകയാണ് പെട്ടെന്ന് ഒരു യാത്രക്കടിയിൽ. അപ്പോൾ എനിക്ക് ആ പുഴയിൽ ഇറങ്ങി മീൻ പിടിക്കുമ്പോൾ ഇങ്ങനൊരു വിശ്വാസം ഉണ്ടാവുമോ? അതായത് ഇപ്പോൾ ഞാൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് മീൻ കിട്ടുമെന്ന വിശ്വാസം എനിക്കുണ്ടല്ലോ. ആ വിശ്വാസം എനിക്ക് ഞാൻ പുതിയൊരു പുഴയിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുമോ? അത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൻ്റെ കാരണം എന്താ? പുഴ കാണുമ്പോൾ ഒരു പക്ഷേ സാധ്യത ഇതുപോലത്തെ ഒരു പുഴയാണെങ്കിൽ അവിടെ മീനുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. എന്നാൽ ഞാൻ അവിടെ ആ നാട്ടിൽ പരിചയമുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ ചേറുമീനുണ്ടോ, ബ്രാലുണ്ടോ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടെ എൻ്റെ അറിവ് വർദ്ധിച്ചു, എൻ്റെ ആ തോന്നലിന് ശക്തിപ്പെട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മീനിനെ പിടിക്കാനുള്ള ഒരറിവിൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ എനിക്കത് കിട്ടുമെന്ന ഒരു നല്ല വിശ്വാസത്തിലേക്ക് ഞാൻ എത്തി. എന്നാൽ അവിടുന്ന് ഒരു മീൻ കിട്ടുന്നത് വരെ എൻ്റെ ആ വിശ്വാസം എനിക്കത് ഒരു ബോധ്യത്തിലേക്ക് എത്തൂല. അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കി, കുറച്ചൊക്കെ അധ്വാനിച്ച് അതിന് കിട്ടിയില്ല എങ്കിലോ പിന്നെ എനിക്ക് ആ പുഴയെക്കുറിച്ച് അങ്ങനെ അതിൽ നിന്ന് മീൻ കിട്ടുമെന്നൊരു ബോധ്യം, ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ മീൻ പിടിച്ചാൽ ഇറങ്ങിയോടുകൂടി എനിക്ക് മീൻ കിട്ടി. ആ കിട്ടിയതോടുകൂടി എൻ്റെ വിശ്വാസം എന്തായി? ബോധ്യം ആയി മാറി. അല്ലെങ്കിലോ വേറെ ഒരാളുണ്ട്, അയാൾ അവിടുന്ന് മീൻ പിടിക്കുന്നത് ഞാൻ കറക്റ്റ് കണ്ടു, അതും നമുക്ക് ഈ വിശ്വാസം ശക്തിപ്പെട്ട് ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നതിന് കാരണമാവും. അപ്പോൾ ഞാനിത് പറഞ്ഞത്, നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് ആ കാര്യത്തിലുള്ള ഒരു ബോധ്യമുണ്ടാവുക എന്നത് അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. ആ ബോധ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു വിജയിക്കും എന്ന ഒരു ഉറപ്പും നമുക്കുണ്ടെങ്കിൽ പിന്നെ അത് വിജയിപ്പിക്കണമെങ്കിൽ നമുക്ക് അവിടെ അനിവാര്യം ഉണ്ടായിരിക്കേണ്ട 3-4 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ആക്ഷൻ എടുക്കുക. അപ്പോൾ
അതിന് നമുക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ചിലത് വേണ്ടി വരും, സഹായികൾ വേണ്ടി വരും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും അത് ചെയ്യാനുള്ളൊരു തീരുമാനം, അത് ചെയ്യാനുള്ള ഒരു സമയം എപ്പോഴെങ്കിലും ചെയ്യുക എന്നതല്ലാതെ ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് നമ്മളെ ക്വാളിറ്റി ഉള്ള കുറച്ച് സമയം മാറ്റിയേക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും പല ശ്രമങ്ങളും പല ആളുകളും പരാജയപ്പെടുന്നത് അവർ ആ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ചെയ്തതാണ്, അതൊക്കെ ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറയും. അത് പറയേണ്ടതുപോലെ പറഞ്ഞില്ല, ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എന്നൊരു കുറവാണ് അവിടെ ഉണ്ടാകുക പലപ്പോഴും. അപ്പോൾ അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. അത് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. എന്ത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്ര കണ്ട് അടുക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. അങ്ങനെ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ എന്താണ് അതിൽ എനിക്ക് ആവശ്യമുള്ളത് എന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കി അത് ഫോക്കസ് ചെയ്ത് അതിലേക്ക് നോക്കി അങ്ങനെ ആവശ്യമായ അറിവുകൾ നേടി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അതിലേക്ക് നമ്മൾ മെല്ലെ ഡ്രൈവ് ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. എന്നാൽ ഒരാൾക്ക് അത് പെട്ടെന്ന് കിട്ടി, ഒരാൾക്കൊരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒക്കെ കിട്ടിയിരിക്കണം. എനിക്കും അങ്ങനെ തന്നെ കിട്ടുമെന്ന് ഒരിക്കലും കരുതരുത്. അത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാവും, ചില ആളുകൾക്ക് കുറച്ച് ടൈം വരും. അപ്പോൾ അത് എപ്പോഴാണ് എന്നറിയില്ല. വലിയ വിജയങ്ങളും വലിയ സന്തോഷങ്ങളും ഭാഗ്യങ്ങളും അതൊന്നും ഇത്ര സമയം കൊണ്ടൊന്നും തീരുമാനിക്കരുത്. പലപ്പോഴും അതൊക്കെ നമ്മളെ പരിശ്രമങ്ങൾക്കിടയിൽ ഏതോ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം കടന്നു വരും. ഒരാൾ പണ്ടൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, ജീവിതത്തിൽ വിജയിച്ച ഒരാൾ. അപ്പോൾ അയാളെ വിജയകഥകളൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അതൊക്കെ ലക്കിയല്ലേ. അപ്പോൾ അയാൾ പറയാൻ ലക്കിയല്ല, ഇതിൻ്റെ പരിശ്രമമാണ്. അതിനയാൾ ഉദാഹരണം പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നടന്ന് അന്വേഷിച്ച് അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ ഒരാളിനോട് പറഞ്ഞു, അതിന് ഭാഗ്യദേവത എന്ന് പറയുന്നൊരു പക്ഷി നമ്മളെ തലിന് മുകളിൽ കൂടി പറക്കുന്നുണ്ട്. അതിനെ ഒരു തവണ നമ്മൾ ടച്ച് ചെയ്താൽ മതി, അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അപ്പോൾ ഈ ഭാഗ്യദേവത പക്ഷി എന്ന പക്ഷി നമ്മളെ തലിൻ്റെ മുകളിൽ കൂടി പറക്കുമ്പോൾ അതിനൊന്ന് തൊടണമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമുക്കതിനെ തൊടാൻ കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അയാളതിനെ തൊട്ടത്? അപ്പോൾ മൂപ്പര് പറഞ്ഞത്, അങ്ങനെ ഒരു പക്ഷി പറക്കുന്നുണ്ട്, ആ പറക്കണ പക്ഷിനെ തൊട്ട് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കൈ നീട്ടിയിട്ട് അങ്ങനെ ചാടിയും കൊണ്ടുവന്നു. അങ്ങനെ കുറേ ദിവസം ഞാൻ ഇങ്ങനെ ചാടിയപ്പോൾ ഒരു ദിവസം ആ പക്ഷി പറന്നു പോകുമ്പോൾ എൻ്റെ കൈമ തട്ടി. അന്ന് മുതൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു. അപ്പോൾ ഒരുപാട് ചാട്ടം ചാടണം, അല്ലാതെ അത് വരുമ്പോൾ ചാടാം എന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ ആ കാത്തിരിപ്പുണ്ടാവും. അവിടെ നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നോ അത് തന്നെയാണ് ഇന്നും ഇനി നാളുകളിലും നമ്മളാകാൻ പോകുന്നത്. മാറ്റങ്ങൾ വേണമെങ്കിൽ മാറി ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മീൻപിടുത്തത്തിൽ ഇപ്പോൾ വിജയിച്ചിട്ടില്ല, പക്ഷെ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം സൈഡിലൂടെ നടന്ന് അക്കരക്ക് എറിയാൻ ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്, വെള്ളം കൂടുതലാണ്.
അതുപോലെ നടന്നു പോകാൻ കുറച്ച് പ്രയാസമുള്ള സ്ഥലമാണ്. ഇവിടെ കാടുണ്ട്, മുള്ളുണ്ട്, പൊന്തുണ്ട്, ഇടയ്ക്ക് കുഴികളുണ്ടാവും, പാമ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങേ ഭാഗത്ത് മീനുകൾ കൂടുതൽ നിൽക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അവിടേക്ക് പോകണമെങ്കിലുള്ള വഴി കുറച്ച് പ്രയാസമാണ്. പക്ഷേ മുമ്പ് കാണുന്ന ഈ വഴി പ്രയാസമാണ് എന്ന് വെച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പ്രയാസമാണെന്ന് കരുതാൻ പാടില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ല സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ പോയതിൻ്റെ നന്ന വക്കിന് കാടുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറം നിന്ന് തെറ്റിപ്പോയാൽ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്താനുള്ള വഴി ഇപ്പുറത്തുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കാട് കണ്ടു എന്ന് കരുതിയിട്ട് നമ്മളവിടെ ബ്ലോക്കായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതിയാൽ മീൻ കിട്ടുമോ? കിട്ടൂല. കിട്ടണമെങ്കിൽ അടുത്ത കൂടുവഴി തിരഞ്ഞ് നമുക്ക് കൂടുതൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആ ഭാഗത്തേക്ക് നടന്ന് എത്തണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ മീൻ പിടിച്ചത് കാണണമെന്ന് കരുതി ഇത് കണ്ടുകൊണ്ടിരിക്കണ ആരോ ഉണ്ടെങ്കിൽ ഓലോട് പറയാതെ മീൻ പിടുത്തമല്ല, ഇതിങ്ങനൊരു പരിപാടിയാണ്. ഈ പറയുന്ന ശബ്ദം വരെയൊക്കെ ഇത് കേട്ടിക്കണമെങ്കിൽ അങ്ങനെ കാത്തു വന്ന ഒരാളാണെങ്കിൽ ദയവ് വിചാരിച്ചിട്ടൊന്നും കരുതരുത്. സോറി, ഇത് പൊറാട്ടയല്ല, ഇത് മൈദയാണ് എന്ന് പറഞ്ഞില്ലേ പണ്ടൊരു പ്രസംഗിക്കാൻ. അതേപോലെ ഇതിലെ പന്നികളിപ്പോൾ കുത്തിപ്പോയിട്ടുള്ളൂ. ചിലപ്പോൾ ഈ കാട്ടുകൂടെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒക്കെ പ്രശ്നമാണ് ഇതിൻ്റെ ഇടയിൽ. ഏതായാലും ഇപ്പം പോയതിൻ്റെ വക്കിനൊരു വഴി ഇങ്ങനെ എത്തിപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. നല്ല ഒരാൾക്ക് ഉയരത്തിലുള്ള കാടാണ്, പുല്ലും അങ്ങനെയാണ് പോകുന്നത്. ഏറെക്കുറെ വക്കിന് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഈ ക്യാപ്പിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലത്ത് കയറിയല്ല ക്യാപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തൊട്ടടുത്ത സ്ഥലത്ത് അതാരാ, അത് നമ്മളെ കൊക്കിൻ്റെ ഐറ്റത്ത് കൂട്ടത്തിൽപ്പെട്ടെ വലിയ കൊക്കാണ്. പണ്ട് കാലത്ത് കൊക്കിനൊക്കെ എണീച്ച് പിടിച്ചിരുന്നു. കൊക്കുകളെ പിടിച്ചുകൊണ്ട് തിന്നുന്നൊരു കാര്യമുണ്ടായിരുന്നു. അന്ന് കാര്യങ്ങൾ പിടിക്കൽ രണ്ടൈറ്റം പിടുത്താൻ പിടിച്ച, ഒന്ന് കൊക്കിനെ കെണിയച്ച് പിടിച്ചു, ചവിട്ടണി, അതിൽ കൊക്ക് കുടുങ്ങും. മറ്റൊന്ന് ചൂണ്ടൽമ തവളനെ കോത്തിട്ട് കൊക്കിനെ പിടിച്ചൊരു പണിയുണ്ട്. അത് പെട്ടെന്ന് വിജയിച്ച് കിട്ടൂല. കൊക്ക് വളരെ വളവനാണ്, കാക്ക വളവനാണ് കൊക്കും. അതുപോലെ ചെറിയ വളവുള്ള കൊക്കുകളുണ്ട്. അപ്പോൾ ഈ കൊക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ തവളനെ കോത്ത് ചൂണ്ടൽ പാടത്തിൻ്റെ വരമ്പത്തൊക്കെ വെച്ചാൽ അത് വന്ന് കൊത്ത് മുണുങ്ങും. അങ്ങനെ മുണുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടലല്ലേ, മീൻ മുണുങ്ങിയ മാതിരി പിന്നെ കൊക്കിന് പോകാൻ കഴിയില്ല. അപ്പോൾ പോയി പിടിച്ചാൽ. പക്ഷേ ഈ കൊക്കുകൾ എന്താ ചെയ്യുക വെച്ചാൽ ഏരെടുത്തിട്ട് ഉടനെ മുണുങ്ങില്ല. ആ ഏരെടുത്തിട്ട് അതിന് എന്തോ ഒന്ന് ഒരു പുല്ലോ അല്ലെങ്കിൽ ഈർപ്പൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇങ്ങനെ നടക്കും. അങ്ങനെ കുറേ നടന്നു പോയിട്ട് ഏറെക്കുറെ അതിൻ്റെ ആ കണക്ഷൻ വേറിട്ടു, അതിന് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ അത് മുണുങ്ങുള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഈ തവളനെ കോത്ത് വെക്കണ നൂല് ഈർപ്പുണ്ടല്ലോ, ആ സാധനം കുറച്ച് നീളമുള്ളതാക്കുക. എന്നിട്ട് ഈ കോത്ത് വെച്ച തവളൻ്റെ അവിടുന്ന് സുമാർ ഒരു മീറ്റർ ദൂരം കഴിഞ്ഞിട്ട് ഈ ഈർമ്പ ഒന്ന് ചെറുങ്ങനെ ഒരു ടൈറ്റ് കിട്ടുന്ന കോലത്തിൽ അതിനെ തടഞ്ഞിടുക. എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൊള്ളി അല്ലെങ്കിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഒറ്റ ട്രിപ്പിലെടുത്ത് പോകുമ്പോൾ ഒരു തടവ് പോലെ തോന്നണം. പിന്നെ ഒരു വലിയ കൂടിയും വലിച്ചുമ്പോൾ അതിന് വേറിടണം. ആ വേറിടുന്നതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഈ നൂല് അയഞ്ഞ് കിടക്കണം, ഇതിന് ടൈറ്റ് ആകരുത്. അപ്പോൾ ഈ ഒന്നാം ഘട്ടം ഈ സാധനം എടുത്ത് അതിങ്ങനെ നടന്നു പോകും. മെല്ലെ നടന്നു പോകുമ്പോൾ ഈ ടൈറ്റ് അനുഭവപ്പെടും. ആ ടൈറ്റ് ആകുമ്പോൾ അതൊന്ന് ചിലപ്പം വിട്ടിട്ട് ചിലപ്പോൾ ഒന്ന് പാറിയിട്ട് കറങ്ങിയിട്ട് പിന്നെ അവിടെ തന്നെ ഒന്ന് ഇരിക്കും. എന്നിട്ട് അടുത്തെടുക്കലും കൂടി എടുക്കും. അതിലെടുത്തിട്ട് വലിച്ചിനോട് കൂടെ നമ്മൾ
ഈ 1 മീറ്റർ ദൂരം, ഈ 2 മീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഇതിന് താൽക്കാലികം ഒരു ചെറിയ തടസ്സം വെച്ച് കൊടുത്തുനിന്ന് അതിങ്ങോട്ട് വേറിടും. അതുകൊണ്ട് വേറിനോട് കൂടി ഇതിൻ്റെ വലി കാരണം അത് വേറിട്ട് ഇപ്പോൾ ഫുള്ള് അതിന് കിട്ടിയെന്ന് തോന്നും. ആ തോന്നൽ ഈ സാധനം മുണുങ്ങും. പക്ഷേ അത് നമ്മൾ തൽക്കാലം വെച്ചൊരു കുടുക്കുണ്ടല്ലോ, ആ കുടുക്കേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മളെ ഈർപ്പൻ്റെ ഭാഗം മറ്റേ ഭാഗത്ത് ഭദ്രമായി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മുണുങ്ങലോട് കൂടെ സാധനം ലോക്കാവും. പിന്നെ നമുക്ക് ഇതിനെടുക്കാം. കൊക്ക് വന്നു. കൊക്കിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ കൊക്കിന് നല്ല ആയുസ്സാണ്. അപ്പോൾ ഈ സാധനം നടന്നു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ കൂടി ചിലപ്പോൾ കൊക്ക് കൊത്തും. ഞാൻ കാണിച്ചു തരാം. എറിയണത് കൊക്ക് കണ്ടിട്ടില്ലെങ്കിൽ വീണത് മാത്രമേ കാണുന്ന വെച്ചാൽ ഉറപ്പാ ചാടി പിടിച്ചു. എറിയണത് കണ്ടു, ഒന്ന് എട്ടിച്ചാടി ഇതിൽ പാഞ്ഞു. അല്ലെങ്കിൽ ഇത് വള്ളത്തേക്ക് ചാടിയിട്ട് ഇങ്ങനെ പോരലിൽ ഒന്ന് പാഞ്ഞു വന്നാണ് കൊത്തി വെക്കും. പക്ഷെ കൊത്തിയെടുത്ത് പോകുന്നില്ല. കൊത്തിയെടുത്ത് പോണത് ഒന്ന് പൊന്മൻ്റെ കൂട്ടത്തിലൊരു ഐറ്റം പൊന്മുണ്ട്. ആ പൊന്മ എടുത്ത് പോയി. അവയ്ക്ക് എടുത്ത് പാഞ്ഞ പാച്ചിലതിൻ്റെ കൗത്തുകൂടി നൂല് ഇറ്റിയിട്ട് കൈ കിട്ടി. അപ്പോൾ കൊക്കിൻ്റെ കാര്യം അങ്ങനെയാണ്. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ മീൻ പ്രതീക്ഷിച്ച് വന്ന സ്ഥലം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇപ്പോൾ ഈ ചൂണ്ടലെറിയണീൻ്റെ തൊട്ട് താഴത്താണ്. എന്തുകൊണ്ട് വെച്ചാൽ അവിടെ ഇതിന് മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ ഞാൻ ചേറാനെ കണ്ടുപോയതാണ്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അത് ലക്ഷ്യമാണെങ്കിലും നമ്മൾ അതുപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണല്ലോ അപ്പുറത്തുള്ളതൊക്കെ. ഇവിടെയൊക്കെ ചേറാൻ ഉണ്ടാവുമെന്നൊരു ധാരണ നമുക്കുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ എറിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പൂർത്തീകരണം അവിടെ വെച്ചിട്ട് ആക്കാം. മറ്റേത് ഫസ്റ്റ് തന്നെ വന്നത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നടക്കുന്നിടത്ത് കൂടെ ഒക്കെ അതിനെ ഏറ്റവും കൊണ്ട് നടക്കണം. അപ്പോൾ അതൊരു ഭാരമാണ്. അതിലേറെ നല്ലത് അവസാനത്തെ ഏറെ അവിടെ ആക്കാം. നമ്മളെ വീഡിയോ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും ഒരു ചേറാൻ പിടിക്കുന്നത് ഇതിൽ കാണണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ നല്ലൊരു പ്രശ്നമുണ്ട്, ഒരു മുളക്കൂട്ടുണ്ട്. അത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊന്നും കൂടി ചുറ്റിക്കറങ്ങിയിട്ട് അവിടേക്ക് പോകാൻ വഴിയുണ്ടോ നോക്കുക. ഇവിടെയൊക്കെ പുല്ലാണ്, അടിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും വല്ല കുഴി ഉണ്ടെങ്കിൽ അതിൽ പോയി ചാടാനുള്ള സാധ്യത ഉണ്ട്. മഴക്കാലത്ത് വെള്ളം പുഴ നിറഞ്ഞ് കവിഞ്ഞ് വൈകുമ്പോൾ ഈ കൂടെയൊക്കെ കയറി പോരുന്നതുകൊണ്ടാണ് അങ്ങനെ. ഏതായാലും ഇവിടെ ഒരു ക്യാപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ക്യാപ്പ് മറികടന്ന് അതിൻ്റെ വക്കിനെ നമുക്ക് നിന്ന് എറിയാൻ പറ്റിയ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ അങ്ങേ പൊളിയിലാണ് ഇപ്പോൾ നമ്മൾ ഒരു മീനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഒരു മീൻപിടുത്തക്കാരന് മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും പോയാണ്ട് അപ്പക്കപ്പളെ ഓൻ്റെ കൈ കൊണ്ട് മീൻ പിടിച്ച് പോരുക എന്നത് ഉണ്ട്. അതില്ല എന്നല്ല, നല്ല മീൻ പിടിക്കാൻ അറിയുന്ന ഒരാൾ മീനുള്ള കടവ് ചെന്നപ്പോൾ മീൻ പിടിക്കും. പക്ഷെ പലപ്പോഴും നിരന്തരം ഈ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾക്കാണ് കൂടുതൽ മീൻ കിട്ടുക. കാരണം ഒരിക്കൽ ചെല്ലുമ്പോൾ കിട്ടാത്ത മീൻ കണ്ടുപോരും. ഈ മീൻ കിട്ടാതാണ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അശ്രദ്ധയോട് കൂടെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ കണ്ട് മീനുകൾ പേടിച്ച് പോകും. അപ്പോൾ അത് പിന്നെ ഒരിക്കൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെല്ലുമ്പോൾ മീനുകളെ നമ്മൾ കാണില്ല. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകും. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരുതലോടുകൂടെ പോയി അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് കൈകാര്യം ചെയ്യും. മുന്നിൽ വന്നപ്പോൾ പേക്ക് കുടുങ്ങി. അങ്ങനെ ആകുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഫലങ്ങളുണ്ടാവും. അത് എന്താ വെച്ചാൽ സാധനങ്ങൾ എവിടെ നിൽക്കുന്നുണ്ട് എന്ന അറിവും കൂടുതൽ മീനുള്ള ഏരിയ ഏതാണെന്നുള്ളതും ഒക്കെ അറിയുമ്പോൾ അവരറിവാണ്. അതാണ് മീൻപിടുത്തക്കാരായ സ്ഥിരം മീൻ പിടുത്താൻ പോകുന്ന ആളുകൾക്ക് എപ്പോഴും മീൻ കിട്ടുന്നതിന്
സഹായകമായ ഒരു കാര്യം. അപ്പോൾ ഏതായാലും നമ്മളെ ഉദ്ദേശിച്ച ഏരിയയിലേക്ക് ചൂണ്ടിൽ ചെന്ന് വീണിട്ടില്ല. താമസിയാതെ ശരിയാവും. അടുത്തൊരു ഏറിൽ മിക്കവാറും മീൻ അടിക്കാൻ സാധ്യത ഉണ്ട്. ക്യാമറ പോയിൻ്റ് കാണുന്നുണ്ടോന്നാവും, എനിക്കിതിൽ നോക്കാൻ കഴിയണം. ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ അടുത്തൊരു ഏറെക്കുറെ ആ മീൻ നിൽക്കുന്ന ഭാഗത്തേക്കാണ്. പക്ഷെ കുറച്ച് ലോങ്ങാണ്, ഒരു 50 മീറ്റർ ദൂരം ഉണ്ടാവും. അത്ര ദൂരത്ത് നിന്ന് മീൻ അടിച്ചാൽ തന്നെ ഇനി കിട്ടുന്ന കാര്യം പ്രയാസമാണ്. പക്ഷെ വേറെ മാർഗ്ഗമല്ല അങ്ങോട്ട് പോകാൻ, ഇത്ര ദൂരത്ത് നിന്ന് തന്നെ അറിയണം. ഏറെക്കുറെ അതിൻ്റെ പരിസരത്ത് കൂടി ചെന്ന് വീണിക്കണം. പക്ഷെ അത് മീൻ നിൽക്കുന്ന ഭാഗത്ത് ചൂണ്ടൽ വീണിക്കണമെങ്കിലും അതിൻ്റെ ഇടയിലൊരു മരത്തുമ്മ കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോന്നാലും മീൻ ഉണ്ടെങ്കിലും അടിക്കില്ല. മീൻ അടിക്കണമെങ്കിൽ ശരിക്ക് അത് നിൽക്കുന്ന ഏരിയയിൽ വൃത്തിയായിട്ട് വെള്ളത്തിൽ തന്നെ വീണ് വെള്ളത്തിൽ കൂടി ഈ ഫ്രോഗ് ഇങ്ങനെ പോരണം. അതിൻ്റെ ഇടയിൽ അതൊരു മരത്തുമ്മ കൂടി കയറി ഇറങ്ങി മീൻ നിൽക്കുന്ന ഭാഗത്ത് വെള്ളത്തേക്ക് താഴെ നിൽക്കുന്ന ഒരു കുറ്റിയുമ്പോൾ തട്ടിയാൽ വെള്ളത്തിൻ്റെ അടിക്കുക ഇളക്കുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മടിച്ചു. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പോൾ ഒരു പക്ഷേ ഇനി അടുത്തൊരു സമയം എന്നെ കാത്തിക്കേണ്ടി വരും. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇനി വെട്ടൂല, കാരണം ഇപ്പോൾ പേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഇളക്കം കാരണം മാറി പോയിട്ടുണ്ടാവും. എന്തായാലും അവിടെ ഒരു മീൻ നിൽക്കുന്ന സ്ഥലമാണ് അത്. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിനെ കിട്ടും എന്ന് ഉറപ്പാണ്. ഇപ്പോഴും കുഴപ്പമില്ലാതെ സാറാണ്. ഏതായാലും നമ്മളെന്താക്കുന്നില്ല, നിർത്തുന്നില്ല. ഒരു 10 ഏറെ അവിടെ എറിയാൻ തന്നെ തീരുമാനിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ മൂപ്പർ മടങ്ങി വരാം, അടിച്ച് കറക്റ്റാണ് പോകുന്നതൊക്കെ. മൂപ്പർ നേരത്തെ പറഞ്ഞാൽ ഇവിടെ പൊന്ത ഇളകിയതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ മാറിയ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ എറിയണം. അങ്ങനെ ആകുമ്പോഴേ പിന്നെ അത് കിട്ടുള്ളൂ. വേറൊരു വിഷയം ഉണ്ടായിരിക്കണം. ആ കരിമ്പ് നിൽക്കണില്ല, അവിടെ ഒരു നീറായി തലാട്ടിപ്പോയി. ഈ നീറായിക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മീനടിച്ചാൽ വടിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. നിന്നിരുന്ന സ്ഥലത്ത് കറക്റ്റ് ഫ്രോഗ് ചെന്ന് വിൽക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പരക്കെ എറിയേണ്ടി വരുന്നത്. എന്നിട്ടെങ്കിൽ കുറേ നേരത്തെ ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ അടുത്തടുത്തടുത്ത് വരും. എന്തോ ഒരു സാധനം വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോവല്ലേ, എറിയുന്ന സ്ഥലത്ത് തന്നെ പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓൽക്കേറെ കുറേ അത് നമുക്കെന്തോ പറ്റിയ സാധനമാണെന്ന് തോന്നണം. അപ്പോഴാണ് പിന്നാലെ കൂടിയിട്ട് അപ്പോൾ പിന്നെ സെൻറ്ററിക്കൊക്കെ വന്നിട്ട് ഒക്കെ വെട്ടും.
പോണ പുകയിൽ ഫസ്റ്റ് തന്നെ പുക കണ്ടിനു, എന്നാൽ മീൻ കിട്ടീനു. അപ്പോൾ കറക്റ്റ് പോയിന്റിലാണ് പോണത്. ആ മീൻ അവിടെ നിന്ന് മാറിയിരിക്കണം.